ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകറിനെ മാറ്റി. വ്യവസായ വകുപ്പിലേക്കാണ് മാറ്റം. ഗതാഗത വകുപ്പിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്തു നൽകിയിരുന്നു. മന്ത്രി കെ ഗണേഷ് കുമാറുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് കത്തയച്ചത് എന്നാണ് സൂചന. കെ വാസുകിക്കാണ് ഗതാഗത വകുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ഒരിക്കൽ കൂടി ചേരുന്ന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, IAS തലപ്പത്ത് ഒരു അഴിച്ചുപണി എന്ന മട്ടിൽ ചില തീരുമാനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതിൽ ബിജു പ്രഭാകറിന്റെ മാറ്റമാണ് ശ്രദ്ധേയമാകുന്നത്. ഗതാഗത മന്ത്രിയുമായി കലഹിച്ചു എന്നായിരുന്നു മാധ്യമ വാർത്തകൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, ഇതുവരെ ഈ ഗതാഗത വകുപ്പിൽ ഉണ്ടായിരുന്ന പൊരിഞ്ഞ അടി, ആ അടി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തീവ്രതയടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ തന്നെ ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ബിജു പ്രഭാകറിനെ റോഡ് ഗതാഗതത്തിൽ നിന്നാണ് മാറ്റിയിട്ടുള്ളത്. ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, റോഡ് ഗതാഗതത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി റെയിൽവേ, മെട്രോ, ഏവിയേഷൻ എന്നിവയുടെ അധിക ചുമതലയിൽ അദ്ദേഹം തുടരും. അതായത് ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനം റോഡ് ഗതാഗതത്തിൽ നിന്ന് ബിജു പ്രഭാകറിനെ മാറ്റി എന്നുള്ളത് സ്വാഭാവികമായും അങ്ങനെ ഉത്തരവ് ഇറങ്ങുമ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി, പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നേരത്തെ ചില വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ അടിവരയിടുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വകുപ്പ് മന്ത്രിയുമായുള്ള അതൃപ്തിയെ തുടർന്ന്, അല്ലെങ്കിൽ കെ ഗണേഷ് കുമാറുമായിട്ടുള്ള അതൃപ്തിയെ തുടർന്ന് ബിജു പ്രഭാകർ നേരത്തെ ചീഫ് സെക്രട്ടറിയെ സമീപിക്കുകയും ചീഫ് സെക്രട്ടറിക്ക് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തു. അതിനുശേഷം വളരെ നാടകീയമായി ബിജു പ്രഭാകർ അവധിയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ആ അവധിക്ക് ശേഷം ഇന്നാണ് അദ്ദേഹം തന്റെ ഓഫീസിലേക്ക് തിരിച്ചെത്തിയത്. ഇന്ന് വൈകിട്ട് തന്നെ ഉത്തരവിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നീക്കം. പകരം ഈ റോഡ് ഗതാഗതത്തിന്റെ ചുമതല അത് വാസുകിക്കായിരിക്കും എന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലേബർ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ലേബർ വകുപ്പ് സെക്രട്ടറിയെ വാസുകിക്ക് മാറ്റമുണ്ട്. പകരം ഗതാഗത വകുപ്പ് ഈ അതിന്റെ അധിക ചുമതല, റോഡ് ഗതാഗതത്തിന്റെ അധിക ചുമതല കൂടി വാസുകിക്ക് നൽകിയിട്ടുണ്ട്. അർജുൻ പാണ്ഡ്യനായിരിക്കും പുതിയ ലേബർ കമ്മീഷണർ. ഈ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ മാത്രമാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. കെ ഗണേഷ് കുമാറുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. വിവാദങ്ങൾ അതാണ്ട് കലഹത്തോളം എത്തിയ ഏറ്റുമുട്ടൽ സ്വഭാവത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി. അതിനൊക്കെ പിന്നാലെയാണ് ഈ പുതിയ നിയമനവും ഈ മാറ്റവും ഒക്കെ ഉണ്ടാകുന്നത്. കെ വാസുകിക്കാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ ചുമതല.